Good morning, students. Today I am going to take a new topic, research hypothesis. നിങ്ങളൊക്കെ കേട്ടതും പഠിച്ചതുമായിട്ടുള്ളൊരു പാർട്ടാണ് ഹൈപ്പോത്തസിസ് എന്ന്. ഹൈപ്പോത്തസിസ് ഈസ് എ tentative statement about the relationship between two or more variables. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി സ്റ്റേറ്റ്മെൻ്റ് ആണ്. വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഹൈപ്പോത്തസിസ്. ശരിക്കും ഒരു എസംഷനാണ് അല്ലേ? ഹൈപ്പോത്തസിസ് എന്താണ്? എസംഷനാണ്. ഒരു റിസർച്ചറിൻ്റെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള എസംഷനെയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയാം. It is a specific testable what we expect to happen in a study. ശരിക്കും ഹൈപ്പോത്തസിസ് എന്ത് ചെയ്യണം? ടെസ്റ്റിംഗ് ചെയ്യണം, വേണ്ടേ? ആ ടെസ്റ്റിംഗ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? റിസർച്ചർ എന്താണോ എക്സ്പെക്റ്റ് ചെയ്തത് അത് ഹാപ്പൻ ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു റിസർച്ചിലും ഹൈപ്പോത്തസിസ് ഉണ്ടാവും. ആ ഹൈപ്പോത്തസിസ് എന്താണ്? ഒരു എസംഷനാണ്, ടെമ്പററി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു റിസർച്ചിൽ ഒരുപാട് വേരിയബിൾസ് ഉണ്ട്. ആ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പും അതിനെക്കുറിച്ചുള്ള ഒരു എസംഷൻ മാത്രമാണ് ഹൈപ്പോത്തസിസ്. നെക്സ്റ്റ്, റിസർച്ച് ഹൈപ്പോത്തസിസ് എന്താണെന്ന് നോക്കാം. റിസർച്ച് ഹൈപ്പോത്തസിസ് ഇസ് എ സ്പെസിഫിക്, ക്ലിയർ ആൻഡ് ടെസ്റ്റബിൾ പ്രൊപ്പോസിഷൻ ഓർ പ്രെഡിക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. റിസർച്ച് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രെഡിക്റ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എബൌട്ട് പോസിബിൾ ഔട്ട്കം ഓഫ് എ സയൻറ്റിഫിക് റിസർച്ച് സ്റ്റഡി. എന്തിനെ കുറിച്ചിട്ട്? ഒരു സയൻറ്റിഫിക് റിസർച്ച് സ്റ്റഡീൻ്റെ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് എന്തൊക്കെയാണ് അതിനെക്കുറിച്ചുള്ളൊരു പ്രെഡിക്റ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് റിസർച്ച് ഹൈപ്പോത്തസിസ്. ഇറ്റ് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഓഫ് എ പോപ്പുലേഷൻ. ഈ ഒരു എസംഷൻസും കാര്യങ്ങളൊക്കെ എന്തിൻ്റെ ബേസിലാണ്? ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷൻ അവർ ഫോം ചെയ്യും. ആ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് അതിൽ നിന്നും വരുന്ന ഔട്ട്കംസ്, അതിൻ്റെ ഒരു പ്രിഡിക്റ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് റിസർച്ച് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഹൈപ്പോത്തസിസിൻ്റെ എസംഷൻസ് ഫോംസോ പാരാമീറ്റേഴ്സോ ബേസ് ചെയ്തിട്ട് ഫോംസ് എന്ന് പറയുന്നത് എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ബേസ് ചെയ്തിട്ടാണ്. പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് Z ടെസ്റ്റോ F ടെസ്റ്റോ ആ രീതിയിലാണ്. റിസർച്ച് ഹൈപ്പോത്തസിസ് ഈസ് യൂസ്ഡ് ആസ് എ ഗൈഡ് ടു ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് അതർ ഫാക്ട്സ് ആൻഡ് തിയറീസ് ദാറ്റ് ആർ യെറ്റ് അൺനോൺ. റിസർച്ച് ഹൈപ്പോത്തസിസ് മെയിൻലി യൂസ് ചെയ്യുന്നത് ഒരു ഗൈഡായിട്ടാണ്. കാരണം ഇനി എന്തൊക്കെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ളത്, അതർ ഫാക്ട്സും കാര്യങ്ങൾ എന്താണ്, അറിയാത്ത പാർട്ട് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ള ഒരു ഗൈഡാണ് ശരിക്കും റിസർച്ച് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റഡീസിനെ കുറിച്ചിട്ട് കൂടുതൽ പ്രെഡിക്റ്റീവ് ചെയ്ത് കൂടുതൽ അസംഷൻസും കാര്യങ്ങളും വെച്ച് എന്ത് ചെയ്യാം? ടെസ്റ്റിംഗ് ചെയ്യാം. എന്താണോ റിസർച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എന്താണ് റിസർച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, അതിനെയാണ് ശരിക്കും ഹൈപ്പോത്തസിസ് എന്ന് പറയാം. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവാം, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും. ഈ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് റിസർച്ചർ എന്താണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് അതാണ് ശരിക്കും ഹൈപ്പോത്തസിസ്. അത് മേ ബി കറക്റ്റ് ആവാം, അതല്ല അത് റിജക്റ്റ് ആവാം. ക്ലിയർ ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് ആണെങ്കിൽ അതെന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് മേ ഗിവ് പ്രോബബിൾ ആൻസേഴ്സ് ടു ദ റിസർച്ച് ക്വസ്റ്റ്യൻ. ഈ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് റിസർച്ച് ക്വസ്റ്റ്യൻസിന് പ്രോബബിൾ ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കുന്നത്. കാരണം റിസർച്ച് ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ സൊല്യൂഷനും ഈ ഒരു അസംഷൻസിൻ്റെ ബേസിലാണ് ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ്, ഡെഫിനിഷൻ ഓഫ് ഹൈപ്പോത്തസിസ്. അക്കോർഡിംഗ് ടു G.A. Lundberg, a hypothesis is a tentative generalization, the validity of which remains to be tested. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ടെമ്പററി സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ് ടെമ്പററി സ്റ്റേറ്റ്മെൻറ്റ്? ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഡാറ്റാസ് വാലിഡിറ്റി ആണോ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു ടെമ്പററി സ്റ്റേറ്റ്മെൻ്റ് ആണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇൻ ഇറ്റ്സ് മോസ്റ്റ് എലിമെൻ്ററി സ്റ്റേജ് ദ ഹൈപ്പോത്തസിസ് മേ ബി എനി ഹച്ച്, ഹസ്,
imaginative ideas which becomes the basis for action or investigation. അതിൻ്റെ ആ ഫസ്റ്റ് സ്റ്റേജിൽ ഹൈപ്പോത്തസിസ് ശരിക്കും ഒരു ഗസ്സായിരിക്കും, അതല്ല ഒരു ഇമാജിനേറ്റീവ് ഐഡിയ ആയിരിക്കും. അത് പിന്നീട് എന്തായി മാറും? ഒരു ആക്ഷനോ ഇൻവെസ്റ്റിഗേഷനോ ആയി മാറും. ഈ രീതിയിലാണ് ഹൈപ്പോത്തസിസിനെ G.A. ലെൻഡ്ബർഗ് ഡിഫൈൻ ചെയ്തത്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് ഹൈപ്പോത്തസിസ്. എന്തൊക്കെയാണ് ഹൈപ്പോത്തസിസിൻ്റെ ഫീച്ചേഴ്സ്? അപ്പോൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഒരു അസംഷനാണ്, ഒരു പ്രെഡിക്ഷനാണ്. എന്താണ് അയാളെ സ്റ്റഡീസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് അയാൾ അതിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ളൊരു അസംഷനാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എംപിരിക്കൽ ടെസ്റ്റബിൾ, അല്ലേ? എവിഡൻസ് വെച്ചിട്ടാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ചെയ്യുക. ഇറ്റ് ഷുഡ് ബി സിമ്പിൾ, ക്ലിയർ ആൻഡ് പ്രിസൈസ്. ഹൈപ്പോത്തസിസ് സിമ്പിളാണ്, ക്ലിയർ ആണ്. അത് ക്ലിയർലി ആണ് ഓരോ കാര്യങ്ങളും ഡിഫൈൻ ചെയ്യുന്നതും എക്സ്പ്ലെയിൻ ചെയ്യുന്നതും. ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക് ആൻഡ് റെലവൻറ്റ്. അസംഷൻസ് ചെയ്യുന്നതും അത് ടെസ്റ്റിംഗ് ചെയ്യുന്നതും സ്പെസിഫിക് ആയിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി പ്രെഡിക്റ്റബിൾ. ഓൾറെഡി പറഞ്ഞു, അസംഷൻസ് ആണ് ഹൈപ്പോത്തസിസ് എന്ന്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് പ്രെഡിക്റ്റബിൾ. ഇറ്റ് ഓൾസോ ബി മാനേജബിൾ. ഈ ഒരു ഹൈപ്പോത്തസിസ് എന്ത് ചെയ്യാനും പറ്റും? മാനേജ് ചെയ്യാനും പറ്റും. ഓരോ റിസർച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, ഫങ്ഷൻസ് ഓഫ് ഹൈപ്പോത്തസിസ്. ഫസ്റ്റ് വൺ, ഇറ്റ് വിൽ ബ്രിങ് ക്ലാരിറ്റി ടു ദ റിസർച്ച് പ്രോബ്ലം. ഒരു ഗുഡ് റിസർച്ച് ആണെങ്കിൽ അതിന് നിർബന്ധമായിട്ടും ഹൈപ്പോത്തസിസ് ഉണ്ടായിരിക്കണം. കാരണം ആ റിസർച്ച് പ്രോബ്ലം ക്ലിയർലി ഡിഫൈൻ ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഹൈപ്പോത്തസിസ് ഉണ്ടെങ്കിലേ പറ്റൂ. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് സിഗ്നിഫൈസ് വാട്ട് സ്പെസിഫിക് ആസ്പെക്ട്സ് ഓഫ് എ റിസർച്ച് പ്രോബ്ലംസ് ആർ ടു ബി ഇൻവെസ്റ്റിഗേറ്റ്. നെക്സ്റ്റ് പറയുന്നത്, ഒരു റിസർച്ചിൻ്റെ പ്രോബ്ലംസ് എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്, ഏത് ആസ്പെക്ട്സിലൂടെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്, അത് ക്ലിയർലി സിഗ്നിഫൈ ചെയ്യുന്നത് ഏതാണ്? ഹൈപ്പോത്തസിസ് ആണ്. കാരണം പല വേരിയബിൾസ് ഉണ്ടാവും, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും. ആ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള അസംഷൻസ് ക്രിയേറ്റ് ചെയ്യും. അതിലൂടെ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? ഏത് ആസ്പെക്ട്സ് ആണ് ഈ ഒരു റിസർച്ച് പ്രോബ്ലത്തിന് ആവശ്യമുള്ളത് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വാട്ട് ഡാറ്റ ടു ബി കളക്റ്റഡ് ആൻഡ് വാട്ട് നോട്ട് ടു ബി കളക്റ്റഡ്. ഈ ഒരു അസംഷൻസ് ടെസ്റ്റിംഗ് ചെയ്തതാണെങ്കിൽ ഒരു റിസർച്ചറിനെ ക്ലിയർലി ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഏത് ഏരിയാസിൽ നിന്നും ഡാറ്റാസ് കളക്ട് ചെയ്യണം, ഏത് ഏരിയാസിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യേണ്ട, അത് ക്ലിയർലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ടു എൻഹാൻസ് ഓഫ് ദ ഒബ്ജക്റ്റിവിറ്റി ഓഫ് ദ സ്റ്റഡി. ഹൈപ്പോത്തസിസ് റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ് ക്ലിയർലി ഡിഫൈൻ ചെയ്യും. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഫോർമുലേറ്റ് തിയറീസ്. ഓൾറെഡി പറഞ്ഞു, ഹൈപ്പോത്തസിസ് ഒരു ഗൈഡായിട്ട് യൂസ് ചെയ്യാം. ഇനി എന്താണ് പുതിയത് കണ്ടെത്താനുള്ളത്, അറിയാത്ത ഏരിയാസ് എന്താണുള്ളത്, അതിനെക്കുറിച്ചിട്ടുള്ളൊരു ഗൈഡായിട്ട് എന്തിനെ യൂസ് ചെയ്യാം? ഹൈപ്പോത്തസിസിനെ യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇറ്റ് ഹെൽപ്സ് ടു ഫോർമുലേറ്റ് ന്യൂ തിയറീസ് ആൻഡ് അൺനോൺ ഐഡിയാസും പുതിയ തിയറീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് എനേബിൾസ് ടു കൺക്ലൂഡ് വിത്ത് വാട്ട് ഈസ് ട്രൂ ആൻഡ് വാട്ട് ഈസ് ഫാൾസ്. ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ചെയ്താൽ ഈസിലി കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, ഒരു റിസർച്ച് ഈസിലി കൺക്ലൂഡ് ചെയ്യാൻ പറ്റും വാട്ട് ഈസ് ട്രൂ ആൻഡ് വാട്ട് ഈസ് ഫാൾസ്, എന്താണ് ശരി ഏതാണ് തെറ്റ് എന്ന് ക്ലിയർലി ഡിഫൈൻ ചെയ്യാനും സഹായിക്കും. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ഹൈപ്പോത്തസിസ്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഷുഡ് ഗിവ് എ ഡയറക്ഷൻ ടു അവർ റിസർച്ച്. ഒരുപാട് പ്രെഡിക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും, ആ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ടെസ്റ്റിംഗ് ചെയ്യും. അങ്ങനെ ടെസ്റ്റിംഗ് ചെയ്യുമ്പം റിസർച്ചിൻ്റെ പ്രോപ്പർ വേ ഏതാണെന്നുള്ളത് അറിയാൻ പറ്റും. നെക്സ്റ്റ്, ഇറ്റ് സ്പെസിഫൈ ദ ഫോക്കസ് ഓഫ് ദ റിസർച്ചർ. റിസർച്ചറിൻ്റെ ഫോക്കസ് ക്ലിയർലി പോയിൻ്റ് ഔട്ട് ചെയ്യാൻ സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് റിസർച്ച് ടെക്നിക്സ്. ഒരുപാട് അസംഷൻസ് ഉണ്ടെങ്കിൽ ആ അസംഷൻസിൽ ഡിഫറെൻറ്റ് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിലൂടെ ഏത് ടെക്നിക്കാണ് ഓരോ റിസർച്ചിലും യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയാനും സഹായിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് പ്രിവെൻറ്റ് ഫ്രം ബ്ലൈൻഡ് റിസർച്ച്.
ഒരു റിസർച്ചർ റിസർച്ച് ചെയ്യുമ്പം എല്ലാ ഏരിയാസും കവർ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ അതിനെ ഗുഡ് റിസർച്ച് എന്ന് പറയുള്ളൂ. ഇനി ഏതെങ്കിലും ഒരു ബ്ലൈൻഡ് റിസർച്ച് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ അറിയാൻ പറ്റാത്ത ഒരു റിസർച്ച് ഉണ്ടെങ്കിൽ അത് ഹൈപ്പോത്തസിസിലൂടെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. നെക്സ്റ്റ്, ഇറ്റ് എൻഷ്യൂർസ് അക്യുറസി. ഹൈപ്പോത്തസിസും കൂടിയും ടെസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ റിസർച്ച് കുറച്ചും കൂടിയും അക്യുറേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു സേവ് മണി, എനർജി ആൻഡ് ടൈം. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ്. First one, simple hypothesis. It is a hypothesis that reflects a relationship between two variables. രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് അസംഷൻസ് എങ്കിൽ അതിനെയാണ് സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുക. അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും അത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതാണ് സിമ്പിൾ ഹൈപ്പോത്തസിസ്. Next, complex hypothesis. It is a hypothesis that reflects relationship among more than two variables. ഒരു റിസർച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നത് രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിനെ കോംപ്ലക്സ് ഹൈപ്പോത്തസിസ് എന്ന് പറയാം. അതിൽ ചിലപ്പം 4 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടാവാം, 2 ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിനെന്ത് പറയാം? കോംപ്ലക്സ് ഹൈപ്പോത്തസിസ് എന്ന് പറയും. അധിക റിസർച്ചിലും കോംപ്ലക്സ് ഹൈപ്പോത്തസിസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ്, വർക്കിംഗ് ഹൈപ്പോത്തസിസ്. ഇറ്റ് ഈസ് എ ഹൈപ്പോത്തസിസ് ദാറ്റ് ഈസ് ആക്സെപ്റ്റഡ് ടു ടെസ്റ്റ് ആൻഡ് വർക്ക് ഇൻ എ റിസർച്ച്. വർക്കിംഗ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഒരു റിസർച്ചർ ഹൈപ്പോത്തസിസ് ക്രിയേറ്റ് ചെയ്തു. ഒരു 3-4 ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ 3-4 വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഹൈപ്പോത്തസിസ് ക്രിയേറ്റ് ചെയ്തു. അതിൽ ഏതാണോ അയാൾ റിസർച്ചിന് യൂസ് ചെയ്യുന്നത്, ആക്സെപ്റ്റ് ചെയ്യുന്ന ഹൈപ്പോത്തസിസ് ഏതാണോ അതാണ് വർക്കിംഗ് ഹൈപ്പോത്തസിസ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ ഹൈപ്പോത്തസിസ് ദാറ്റ് ഈസ് അസ്യൂംഡ് ടു ബി സ്യൂട്ടബിൾ ടു എക്സ്പ്ലെയിൻ സർട്ടൻ ഫാക്ട്സ് ആൻഡ് റിലേഷൻഷിപ്പ്. ഈ ഒരു വർക്കിംഗ് ഹൈപ്പോത്തസിസ് റിസർച്ചർ എന്താണ് അസ്യൂം ചെയ്യുന്നത്, ആ ഒരു ഹൈപ്പോത്തസിസ് ഇയാളുടെ റിസർച്ചിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, സ്യൂട്ടബിളാണ്. ആ ഒരു ഹൈപ്പോത്തസിസിനെയാണ് വർക്കിംഗ് ഹൈപ്പോത്തസിസ് എന്ന് പറയാം. നെക്സ്റ്റ്, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഇഫ് ദ വർക്കിംഗ് ഹൈപ്പോത്തസിസ് ഈസ് പ്രൂവ്ഡ് റോങ് ഓർ ടു ബി റിജക്റ്റഡ്, another hypothesis is formulated, that is alternative hypothesis. വർക്കിംഗ് ഹൈപ്പോത്തസിസ് എന്താണ്? റിസർച്ചർ അസ്യൂം ചെയ്യാണ് ഇയാളെ സ്റ്റഡിക്ക് ഇത് സ്യൂട്ടബിൾ ആണെന്ന്. അതിനെയാണ് വർക്കിംഗ് ഹൈപ്പോത്തസിസ് എന്ന് പറയുക. അത് ആദ്യം ആക്സെപ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞു വർക്കിംഗ് ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്തു അല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്തു, റോങ് ആണെന്ന് പ്രൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ വേറൊരു ഹൈപ്പോത്തസിസ് എന്ത് ചെയ്യും? ഫോർമുലേറ്റ് ചെയ്യും. ആ ഹൈപ്പോത്തസിസിനെയാണ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയാം. അതായത് വർക്കിംഗ് ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്തു പുതിയൊരു ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഫോർമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, എന്തിനു വേണ്ടി? ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി ഫോർമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഹൈപ്പോത്തസിസിനെയാണ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയാം. നെക്സ്റ്റ്, statistical hypothesis. A hypothesis that is to be tested statistically is termed as statistical hypothesis. ഏതെങ്കിലും ഒരു ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസംഷൻസ് റിസർച്ചർ പ്രെഡിക്റ്റ് ചെയ്ത ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ വേയിലാണ് ടെസ്റ്റിംഗ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറയാം. അപ്പം എഫ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, കൈ സ്ക്വയർ അങ്ങനെ ഏതെങ്കിലും ടെസ്റ്റാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയാം? സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ്. നെക്സ്റ്റ്, നൾ ഹൈപ്പോത്തസിസ്. ഇറ്റ് ഈസ് എ ഹൈപ്പോത്തസിസ് ദാറ്റ് എക്സ്പ്രസസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാണെങ്കിൽ ഇപ്പോൾ 2 വേരിയബിൾസ്, ആ 2 വേരിയബിൾസ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല, അതിനെയാണ് നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ വർക്കിംഗ് കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ്. വർക്കിംഗ് കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആണ്. ഇതാണ് ഒരു അസംഷൻ. പക്ഷേ അതിൽ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡും വർക്കിംഗ് കണ്ടീഷൻ
ആയിട്ട് ഒരു റിലേഷൻഷിപ്പും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയാം? നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയാം. എ നൾ ഹൈപ്പോത്തസിസ് ഈസ് മെയ്ഡ് വിത്ത് ദ ഇൻറ്റൻഷൻ വേർ ദ റിസർച്ചർ വാണ്ട് ടു ഡിസ്അപ്രൂവ് ഓർ റിജക്റ്റ്. ഈ ഒരു നൾ ഹൈപ്പോത്തസിസിൽ റിസർച്ചർ എന്താണ് അസ്യൂം ചെയ്യുന്നത്? അത് കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്യും. ആ ഒരു ടൈപ്പ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ് നൾ ഹൈപ്പോത്തസിസ്. വർക്കിംഗ് ഹൈപ്പോത്തസിസ് അതല്ല, അയാൾ ഓൾറെഡി ആക്സെപ്റ്റ് ചെയ്തതാണ്. അസ്യൂം ചെയ്യുന്ന എന്താണ്? അത് ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് വർക്കിംഗ് ഹൈപ്പോത്തസിസ്. Next point, logical hypothesis. A hypothesis that can be logically verified, it is termed as logical hypothesis. ഒരു ഹൈപ്പോത്തസിസ് ലോജിക്കലി വെരിഫൈ ചെയ്തതാണെങ്കിൽ അതിനെയാണ് ലോജിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറയാം. അതായത് ലോജിക്കൽ എവിഡൻസും കാര്യങ്ങളൊക്കെ വെച്ച് കൂടുതൽ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കെയർഫുള്ളായിട്ട് അനലൈസ് ചെയ്ത് ഹൈപ്പോത്തസിസ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് ലോജിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറയാം. So these are the types of hypothesis. So ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഹൈപ്പോത്തസിസ് എന്താണെന്ന് പറഞ്ഞു. ഒരു അസംഷൻസ് ആണ്. ഒരു റിസർച്ചർ എന്തെങ്കിലും റിസർച്ച് ചെയ്യുമ്പം, സ്റ്റഡി ചെയ്യുമ്പം അയാളുടെ അസംഷനും പ്രഡിക്ഷനുമാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുക. അത് ടെസ്റ്റിംഗ് ചെയ്യണം. ടെസ്റ്റിംഗ് ചെയ്യുക സയൻറ്റിഫിക് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട്. റിസർച്ച് ഹൈപ്പോത്തസിസ് എന്താന്ന് പറഞ്ഞു, മീനിങ് പറഞ്ഞു, ഡെഫിനിഷൻ പറഞ്ഞു, ഫങ്ഷൻസും ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും പറഞ്ഞു. അതെല്ലാം ഇൻ്റർ റിലേറ്റഡ് ആണ്. ഒരു ഹൈപ്പോത്തസിസ് ചെയ്യുന്നത് റിസർച്ചിൻ്റെ വാലിഡിറ്റി ഇൻക്രീസ് ചെയ്യാനും റിസർച്ചിൻ്റെ ഒബ്ജക്റ്റിവിറ്റി ക്ലിയർലി ഡിഫൈൻ ചെയ്യാനൊക്കെയാണ്. പിന്നെ അതിൻ്റെ ടൈപ്സും പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. സ്റ്റുഡൻസ്, ടുഡേ സെഷൻ ഈസ് ഓവർ. താങ്ക് യു ഓൾ.